പഠിത്തത്തിൻ്റെയും ജോലിയുടെയും പിന്നെ ഡെയിലി റുട്ടീൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഹെൽത്തിനെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ തോളെ തട്ടിയിട്ട് പറയും, അല്ലയോ മഹാനെ എന്നെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നു. അങ്ങനത്തെ ഒരു സമയമാണ് എനിക്കിപ്പോൾ. അതായത് 2 ദിവസമായിട്ട് പനിയും പിടിച്ച് എവിടെ നിന്നൊക്കെയോ വലിഞ്ഞു കയറി വന്നൊരു ബോഡി പെയിനും വെച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ് കുറേ വിറ്റമിൻസിൻ്റെയൊക്കെ കുറവുണ്ട്. എന്നാൽ പിന്നെ നേരെ ഡോക്ടറിൻ്റെ അടുത്തല്ല പോയത്, നേരെ ടെസ്കോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണെന്നല്ലേ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് നേരെ ഐശ്വര്യമായിട്ട് നാളെ അടയ്ക്കാനുള്ള റെൻറ്റ് വിത്ഡ്രോ ചെയ്യാം. ഞാൻ എപ്പോൾ പൈസ വിഡ്രോ ചെയ്യാൻ വന്നാലും ഈ മെഷീൻ ഔട്ട് ഓഫ് സർവീസ് ആയിരിക്കും. പിന്നെ ഇന്ന് ഏതോ ഒരു ഭാഗ്യത്തിന് മെഷീൻ വർക്കായി. എനിക്ക് അധിക ദൂരം പോകേണ്ടി വന്നില്ല. ഇങ്ങനെ ചീണ്ടപാക്ക് ഡം ചെയ്ത് പൈസ കിട്ടണമെങ്കിൽ എന്ത് രസമല്ലേ, പണിക്ക് പോകാതിരിക്കായിരുന്നല്ലോ. അപ്പോൾ ഷോപ്പിങ്ങിലേക്ക് കടക്കാം. ഓറഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ കുറച്ച് ബ്ലൂബെറീസ് എടുക്കാം. എനിക്കെല്ലാം സിട്രസ് ഐറ്റംസ് കഴിക്കണമെന്നാണ് ഇപ്പോൾ ഒരു ക്രേവിങ്സ്. അടുത്ത സംഭവം കണ്ടപ്പോഴാണ് ശരിക്കും എന്നെ കണ്ണ് തള്ളിപ്പോയത്. അതായത് ഈ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഈ വാട്ടർ മെലണും പൈനാപ്പിളൊക്കെ മമ്മി വെട്ടിക്കൊണ്ട് മുന്നിൽ വെച്ചാൽ പോലും ഞാൻ വില കാണിക്കാത്തായിരുന്നു. ഇപ്പം ഞാനത് മിസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ക്രാൻബെറി ജ്യൂസ് എടുക്കാമെന്ന് വെച്ചു. അതായത് ഇത് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതാണ്. ആൻഡ് ഐ നീഡ് ഇറ്റ് ഐ ഗെസ്. അടുത്തായിട്ട് ഞാൻ എടുത്തത് ഈ ലെമൺ ജ്യൂസാണ്. ഇവിടുത്തെ കാലാവസ്ഥയിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുന്നത് പോലും നമ്മളറിയില്ല. അപ്പം ഇതാണെങ്കിൽ കുറച്ച് ഹാൻഡി പ്രൊഡക്റ്റാണ്, വെള്ളത്തിൽ കലക്കിയും കുടിച്ചാൽ മതി. പിന്നെ കുറച്ച് വിറ്റമിൻസ് A to Z എല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ സെക്ഷനിലോട്ട് പോയി. പിന്നെ വീട്ടിൽ കുറച്ച് മൾട്ടി വിറ്റമിൻസ് ഇരിപ്പുണ്ട്. എന്നാലും ഞാനൊരു സിങ്കിൻ്റെ ക്യാപ്സൂൾ എടുത്താലോ എന്ന് വിചാരിച്ച് അതും കൂടി ഇങ്ങെടുത്തു. ഒന്നിനൊരു കുറവ് വരുത്തണ്ടല്ലോ. പിന്നെ അതും മേടിച്ച് അടുത്ത സെക്ഷനിലോട്ട് വെറുതെ ഒന്ന് നോക്കിയപ്പം എനിക്കൊരു ഡ്രസ്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞാനതങ്ങ് എടുത്തു. പനിയാകുമ്പോൾ കുറച്ച് പാമ്പറിങ് ഒക്കെ ആവാം അല്ലേ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കുറച്ച് പാമ്പർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തായി നമ്മൾ അധികം പൈസ ചിലവാക്കേണ്ട, അതുകൊണ്ട് നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. സെൽഫ് ചെക്കൗട്ട് ചെയ്യാൻ നേരത്ത് അവിടെ നിന്ന് സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ എന്ന്. ഇംഗ്ലീഷിലാണ് ചോദിച്ചു, മലയാളത്തിലല്ല. ഞാൻ ഒരു അതിശോക്തിക്ക് പറഞ്ഞാണ്. പുള്ളിക്കാരിയുടെ അടുത്ത് അവിടെ നിന്ന് 1-2 പറഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഐ ഫെൽറ്റ് ഗുഡ്. അതായത് പനിയാന്ന് പറഞ്ഞ് 2 ദിവസം ആ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കാതെ പുറത്തോട്ട് വന്നിറങ്ങി ഫ്രഷ് എയർ കിട്ടിയപ്പം എനിക്ക് നല്ല ആശ്വാസമായി. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. ബൈ ബൈ.